എന്താ എൻ്റെ പേര്? വിശാഖ്. പക്ഷേ നമുക്കൊരു വെറൈറ്റി മെൻ്റലിസം ചെയ്താലോ? ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് പ്ലേയിങ് കാർഡ്സാണ്. ഇതെല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് തന്നെയാണ്. മോൻ നോക്കിയാണ്, എല്ലാം വ്യത്യസ്തമായ കാർഡ്സ്. ക്യാമറ ഒന്ന് കാണിക്കുക. എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സാണ്. ഇത് വെച്ചാണ് ഞാനിപ്പം മെൻ്റലിസം ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാർഡ് ഇങ്ങനെ ഡ്രിഫിൾ ചെയ്യും. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഡ്രിഫിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മോൻ്റെ മനസ്സിൽ എവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നും, മോൻ അവിടെ വെച്ച് സ്റ്റോപ്പ് എന്ന് പറയണം. മോൻ സ്റ്റോപ്പ് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ നിർത്തിയ ശേഷം ആ ഇരിക്കുന്ന കാർഡ് മോൻ എടുക്കണം. അതെടുത്തിട്ട് മോൻ നോക്കണം, എന്നിട്ട് അത് ക്യാമറയിലും കൂടെ കാണിക്കണം. എന്നെ കാണിക്കരുത്. ഓക്കെ, മനസ്സിൽ എവിടെ വെച്ച് നിർത്താൻ തോന്നും അവിടെ വെച്ച് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. അല്ല, പറഞ്ഞാൽ മതി, മനസ്സിൽ പറഞ്ഞാൽ മതി. എൻ്റെ മനസ്സിലല്ല, കേൾക്കുന്ന രീതിയിൽ പറയണം. മനസ്സിൽ എവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നണം. എൻ്റെ ഫേസ് കയ്യിലും ടച്ച് ചെയ്യുമോ? ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കൂ. ഓക്കെ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ. ഓക്കെ, എൻ്റെ ഫേസ് ഒന്ന് നോക്കൂ. ഫേസ് നോക്കിയിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ കാർഡ് നോക്കിക്കോ. ഓക്കെ, ഈ കാർഡ് അവരെ കാണിച്ചോ. മോനെ നോക്കിക്കോ. നോക്കിയായിരുന്നോ? അത് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഷഫിൾ ചെയ്തോ? നല്ല രീതിയിൽ ഷഫിൾ ചെയ്തോ? പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ഇവിടെ വയ്ക്കാം. മോൻ മനസ്സിൽ ആ കാർഡിലെ കളറൊന്ന് വിചാരിക്കൂ. കളർ ഓക്കെ, പറയരുത്, ഞാൻ കണ്ടുപിടിക്കാം. മോന് കിട്ടിയത് ഒരു ചുവപ്പ് കളർ കാർഡാണെങ്കിൽ യെസ് എന്ന് പറയാം. ഓക്കെ, അതിലെ സിമ്പലൊന്ന് വിചാരിച്ചോന്നെ. സിമ്പൽ 4 ടൈപ്പ് സിമ്പലാണ് വരുന്ന. ക്ലബ്സ് വരും, സ്പേഡ് വരും, ഹാർട്ട് വരും, ഡയമണ്ട് വരും. മോന് കിട്ടിയ ചുവപ്പ് കളർ കാർഡിൻ്റെ ഒന്നിൽ ഡയമണ്ട് അല്ലെങ്കിൽ ഹാർട്ടായിരിക്കും. ഞാൻ പറയുന്നത് മോന് കിട്ടിയ കാർഡിലെ കളറ് ഡയമണ്ട് അല്ല, ഹാർട്ടാണ്. ഓക്കെ, മോന് കിട്ടിയ കാർഡിലെ ആ നമ്പരൊന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, എൻ്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, മോന് കിട്ടിയ കാർഡിലെ നമ്പർ 5ന് മുകളിൽ വരുന്ന ഏതോ ഒരു നമ്പറാണ്. അപ്പോൾ 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം, 10 ആവാം അല്ലേ? ഓക്കെ, ആ നമ്പർ മാത്രം ചുണ്ടനങ്ങാതെ മനസ്സിലൊന്ന് പറയൂ. 5 6 7 8 9 10. മോന് കിട്ടിയത് 7 അല്ലേ? 7 ഹാർട്ട് ചുവപ്പ് കളർ. ഓക്കെ, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ മോന് വിശ്വസിക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുമോ? ഇപ്പം മോൻ ഈ 7 ഓഫ് ഹാർട്ട് തന്നെ എടുക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഈ മെൻ്റലിസ്റ്റുകൾക്ക് നടക്കാൻ പോകുന്നതിന് മുമ്പ് മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റിയതുകൊണ്ട് ഞാൻ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. മോൻ ഈ സെറ്റിൽ സെലക്ട് ചെയ്തല്ലോ. എൻ്റെ ജാക്കറ്റിൽ ഒരേ ഒരു കാർഡുണ്ട്. ഇത് ഞാൻ നേരത്തെ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്ത് വെച്ച 7 ഓഫ് ഹാർട്ട്സ്, റെഡ് കളറ്. മോൻ ഇത് തന്നെ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ജാക്കറ്റിൽ വേറെ ഒരു കാർഡും ഇല്ല, ഈ ഒരു ഒറ്റ കാർഡ് മാത്രമേ ഉള്ളൂ. വേറെ ഒരിടത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിനെയാണ് നമുക്ക് 6th സെൻസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിന് മുമ്പ് മുൻകൂട്ടി നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നും. അതുമായിട്ട് കണക്ട് ചെയ്തതാണ്. വളരെ സന്തോഷം, നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു.